നല്ല പ്യൂർ വാട്ടർ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. കുറച്ചധികം ദൂരം ഇതുവഴി ഇങ്ങനെ നടക്കാനുണ്ട്. ഫിഷ് പാ എത്രയാ ഓറഞ്ച് നാശമായി കിടക്കണ. നിറയെ ഓറഞ്ച് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. താഴെ മേലെയൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു വാഴ കൊലച്ചിരിക്കണ്ടേ. ഹായ് ഗായ്സ്, ജസ്റ്റിനാണ്, വേ ഓഫ് ട്രാവൽ. അപ്പം ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലത്താണ് പോണത്. നല്ല പച്ചപ്പൊക്കെ ആയി, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പോയി ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് വരാം. ഓറഞ്ച് തോട്ടത്തിലേക്കാണ്. ആഹാ, എത്രയോ ഓറഞ്ച് കാണുന്നുണ്ടോ? നല്ല ഓറഞ്ച് പഴുത്ത് റെഡി ആയിരിക്കണം. നിറയെ ഓറഞ്ച് കേട്ടോ, ഇതുണ്ടോ? ഇതിൽ നിറയെ ഓറഞ്ച്. നല്ലൊരു ചെറിയ ഇടവഴി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ലോണം പച്ചക്കറി അതുപോലെ വാഴക്കൃഷിയൊക്കെയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇതിലൂടെയൊക്കെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിറയെ ഓറഞ്ച് വീണെടുക്കുകയാണ്. നല്ല അടിപൊളി ഒരു ആംബിയൻസ് കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വലിയൊരു ഈത്തപ്പഴ മരം കടപഴകി വീണതാ. ചെറിയ ടെറസ് ഫാമിംഗ് ആണ്. എന്താ പറയുക, മൗണ്ടൈനിൽ ചെറിയ ഏരിയകൾ യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നിറയെ ഓറഞ്ച് കേട്ടോ. ഇത് ഇവർ എടുക്കുന്ന പോലുമില്ല. നിറയെ ഓറഞ്ച് വീണെടുക്കുന്നുണ്ട്. എത്രയോ ഓറഞ്ച് വീണെടുക്കണമെന്നറിയാം. അപ്പോൾ കേടായി പോകണം. നല്ലൊരു ചെറിയ തണുത്ത കാറ്റും നല്ല അടിപൊളി ആംബിയൻസ് കിട്ടും. ഏതാണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തെത്തി. ഇനി ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇറങ്ങാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും. വെള്ളം കുറഞ്ഞിട്ടുണ്ട്, നല്ല വെള്ളം ഉണ്ടായിരുന്നു മുന്നേ. നമ്മളിതാ വലിയ പൂളിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടുന്നൊക്കെ നല്ല വ്യൂ കേട്ടോ. പാറൻ്റെ ഇടയിലൂടെയൊക്കെ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് നടന്നിങ്ങനെ പോവാം. ചുറ്റിലും കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം വഴി തടസ്സാക്കിയിട്ട് ഇതവിടെ ഒരു മരം വീണെടുക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും ഒരു വാഴക്കൊലയും കൂടി കണ്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കണ്ടുപിട്ടിയാണ്. ഒരു മലയാളിയാണ്. പേരെന്താ പറഞ്ഞ? ഷിബിൻ എന്നാണ് പേര് അല്ലേ?
ഇതിങ്ങനെ 15 മിനിറ്റോളം നടക്കാണ്ടെന്ന് പറഞ്ഞേ. ഇതാണ് വഴി. അടുത്തേക്ക് നിൽക്കാൻ വയ്യ. അറിയില്ല, പോയി നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എല്ലാം ഓറഞ്ച് ഉണ്ട് കേട്ടോ. അവിടെ കുറേ പേര് ആർമാദിക്കുന്നുണ്ട്, കുളിച്ച് ആർമാദിക്കാണ്. വീണ്ടും വാഴത്തോട്ടം. എവിടെ? അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ റൈറ്റ് എടുത്തിട്ട് താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. നല്ല പുല്ലിൻ്റെ ഇടയിൽ കൂടെ. അപ്പുറത്തെ ലൊക്കേഷനാണ് മറ്റേ. അവിടുന്ന് റൈറ്റ് എടുക്കണം അല്ലേ? നമ്മൾ ഈ ലൊക്കേഷൻ തരുന്ന സ്ഥലത്തുനിന്ന് ഉടനെ ഒരു ഓഫ് റോഡ് റൈറ്റ് എടുക്കണം. എന്നാൽ മാത്രമേ ഈ ലൊക്കേഷനിൽ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മെയിൻ റോഡിൽ കയറും നിങ്ങൾ. എന്തായാലും ഇത് കണ്ടോ, നല്ല വെള്ളം കിനിഞ്ഞിറങ്ങാണ് പാറിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, ചായ ഉണ്ടാക്കി വെള്ളം എടുക്കണം. അങ്ങോട്ട് നല്ല പ്യൂർ വാട്ടർ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ പൂളുകളായിട്ടുള്ളത്. ഒരുപാട് ചാടി കുളിക്കാനുള്ള വെള്ളമൊന്നുമില്ല. ഒരു സ്ഥലത്ത് ഒന്ന് കുറച്ച് നേരം കിടക്കാനൊക്കെയുള്ള വെള്ളമുണ്ട്. ഈ ഒരു കുഴിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്. ആ വെള്ളം കൂടി കിട്ടണല്ലോ. വാദിയിലെ സുലൈമാണ് ഇത്. ആദ്യം എടുത്തോളാം. നല്ല ചായ, കട്ടൻ ചായ, നല്ല കാല് നല്ല പിടിക്കുക. അടിയിലേക്ക് വന്നിട്ട് ചിപ്പിലാക്കണ്ട അടിയിൽ. നാച്ചുറൽ സ്പാ. ആരാണ് ആ ചായ എടുക്കുന്നത്? പക്ഷെ ഇത് ഇവിടെ ഒന്നും സംശയമില്ലാക്കില്ല. അയറിനൊന്നുമില്ലല്ലോ. പക്ഷെ ഇത് അലിഞ്ഞിണ്ടാ. നല്ല പൊളി. ഇത് മസാല അടി ഉണ്ടാക്കാൻ നല്ല ഓറഞ്ചാ, വേറെ ഒന്നിനും പറ്റില്ല.
ഇതിൽ വരാൻ ഭയങ്കര മടിയാ. ഇതാണ് വെള്ളത്തിന്റെ സോസ്. എടുക്കാൻ കഴിക്കും. അടിപൊളി ആംബിയൻസ് അല്ലേ? അടിപൊളി. ശരിക്കും പറഞ്ഞോ. അയ്യോ, ഇങ്ങനെ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ സൂക്ഷിച്ചു വരണം. ഓക്കെ. സ്പെഷ്യലി എന്ന് പറഞ്ഞാല് കാഷ്വൽ ഷൂ ഇട്ട് വരരുത്. പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഹൈക്കിംഗ് ഷൂ അല്ലെങ്കിൽ നല്ലൊരു ഷൂ ഇട്ട് വരാൻ. ജസ്റ്റ് നിന്റെ ഷൂ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്റേത് സ്പോർട്സ് ഷൂ ആണ്. വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല.